നിരവധി പേർ ഈ ആക്രമണത്തിൽ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും അനൌദ്യോഗിക സ്വഭാവത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംഘർഷം മൂർച്ഛിക്കുന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വലിയ തോതിൽ വലുതാവുകയാണ് എന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ കഴിയാത്ത വിധം വളരെ പെട്ടെന്ന് എസ്കലേറ്റ് ചെയ്യുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. ഇറാൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ടെൽ-അവീവിൽ വലിയ നാശം ഉണ്ടായിരിക്കുന്നു. 3-4 കെട്ടിടങ്ങൾ തകർന്നു. അതിൽ ഗസയിൽ നിന്ന് പരിക്കേറ്റ് കൊണ്ടുവന്ന 1000-ഓളം സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിക്ക് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ വിഷവാതകം ചോർന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന ഇറാൻ നടപടിക്കെതിരെ കർശനമായ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഇസ്രായേലിലെ മിലിറ്ററി ലീഡർഷിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ സമാധാനത്തിന്റെ സാധ്യതകൾ ഈ ദിവസവുമില്ല. അത് വലുതാവുന്നതിന്റെ കൂടുതൽ വിനാശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ സാധ്യതകളാണെന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നഷ്ടമുണ്ടാവുകയാണ്. ഇസ്രായേലിന്റെ സമീപകാല ചരിത്രത്തിലെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ പ്രഖ്യാപനങ്ങൾക്കുണ്ടാകുന്ന വലിയ വിള്ളൽ, അയൺ ഡോമിന്റെ തന്നെ കപ്പാസിറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പലതരത്തിൽ വികസിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അത് ഏതൊക്കെ നിലയ്ക്കാണ് റീജിയനെ ബാധിക്കാൻ പോവുക, ലോകത്തെ ബാധിക്കാൻ പോവുക എന്ന ക്വസ്റ്റൻ അവിടെയുണ്ട്. MCA, ഇത് ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പോലെ ചെറുതായ ഒന്നല്ലല്ലോ. 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇറാൻ ലോകരാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള രാജ്യമാണ് എന്ന് മാത്രമല്ല ലോക വ്യാപാരത്തിൽ നിർണായക സ്വാധീനമുള്ള രാജ്യമാണ്. ഹോർമുസ് കടലെടുക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. സോ ഈ യുദ്ധം ലോകത്തിന്, ആ മേഖലയ്ക്ക് മാത്രം ലോകത്തിന് കൊടുക്കാൻ പോകുന്ന ആഘാതത്തിൻ്റെ ഒരു സൈസ് എന്തുമാത്രമായിരിക്കും? വളരെ വളരെ വലുതായിരിക്കും. കാരണം ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. കാരണം ഡോളറിന്റെ ഇപ്പോൾ ഒരു 8% ഈ 6-7 ദിവസത്തിനുള്ളിൽ എണ്ണവിലയിൽ വർധന ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചരക്ക് കടത്ത് ഇപ്പോൾ തന്നെ വലിയ തോതിൽ കൂടുതൽ സാഹചര്യമുണ്ട്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഇൻഷുറൻസ് തുകയിൽ ഗണ്യമായിട്ടുള്ള വർധന, ഏതാണ്ട് 60% തുക ഉയർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ചെങ്കടലിൽ നമുക്കറിയാൻ സാധിക്കും, ബാബുൽ മന്ദബ്, അവിടെ ഹൂത്തികളുടെ വലിയ നിയന്ത്രണമുണ്ട്. അവിടെയും ഈ സംഘർഷം രൂപപ്പെട്ടതോടുകൂടി ആ റൂട്ടിലൂടെ പോകുന്ന കപ്പലുകളെ സംബന്ധിച്ചിടത്തോളവും വലിയ തോതിലുള്ള ഇൻഷുറൻസ് തുക അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നുപെട്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന്, കാരണം ഈ ചെലവ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് ബാധിക്കുക ഉൽപ്പന്നങ്ങളുടെ വില വർധനയിലായിരിക്കും. അതുണ്ടാവും. ഇനിയിപ്പോൾ അമേരിക്കയുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ വരികയാണെങ്കിൽ ചിത്രം കൂടുതൽ മാറും. കാരണം കുറെ കൂടി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവനാഡി എന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ സാമ്പത്തിക ഘടനയെ പോലും പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഹോർമുസ് കടലിടുക്ക്. കാരണം ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 20% കടന്നു പോകുന്നത് ഈ ചെറിയ ഈ ഒരു കപ്പൽ പാതയിലൂടെയാണ്. അവിടെ ഇറാൻ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചരക്ക് കടത്തിനെ ബാധിക്കും. അത് കൃത്യമായി തന്നെ നമ്മുടെ സമ്പദ്ഘടനയെ, ലോക സമ്പദ്ഘടനയെ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് റഷ്യയും ചൈനയും വളരെ തിരക്കിട്ട ചില നയതന്ത്ര നീക്കങ്ങൾ, കേവലം പ്രസ്താവനകൾക്കപ്പുറത്തേക്കുള്ള കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ റഷ്യയും ചൈനയും എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഇതാണ്. കാരണം ഈ മേഖലയിൽ അവരെയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഈ വികസിച്ചു വരുന്ന ഈ സമ്പദ്ഘടനയ്ക്ക്, ഒരുപക്ഷെ ഭാവി വികസന പദ്ധതികൾക്ക് ഇത് പ്രതികൂലമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കണം. കാരണം ഇറാൻ എന്നത് നമുക്കറിയാൻ സാധിക്കും 80 മുതൽ 88 വരെ ഈ വൻശക്തി രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും സദ്ദാം ഹുസൈന്റെ ഇറാഖിനെതിരെ നീണ്ട 8 കൊല്ലം പിടിച്ചു നിന്ന ഒരു സൈനിക പാരമ്പര്യം അല്ലെങ്കിൽ സൈനിക ചരിത്രം കൂടിയുള്ള ഒരു രാജ്യമാണ്. ആഭ്യന്തരമായ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ പുതിയ ആക്രമണത്തോടു കൂടി ഇറാന്റെ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ഒരു പക്ഷേ ആയുധങ്ങൾ കൈമാറാനുള്ള ഒരു സാധ്യത കൂടി രൂപപ്പെട്ടിരിക്കെ അത് സ്വാഭാവികമായിട്ട് ഈ സംഘർഷം വ്യാപിക്കുന്നത് ഒരിക്കലും ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയാവില്ല ഉണ്ടാവുക. അത് ലോക സമ്പദ്ഘടനയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയേൽപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറിയിരിക്കുന്ന പ്രവാസികളുമായി ബന്ധപ്പെട്ട, അവരുടെ ജീവന ഉപാധികളുമായി ബന്ധപ്പെട്ട, അവരുടെ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ കൂടിയാണ്. കാരണം ഇപ്പോൾ മെച്ചപ്പെട്ട ഒരു തൊഴിലവസരങ്ങളും സാധ്യതയും നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ടൂറിസം രംഗത്ത് വലിയ ഉണർവ് രൂപപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ അതുപോലും ഈ 7 ദിവസത്തിനുള്ളിൽ പോലും നിരവധി പിന്നെ ടൂറിസ്റ്റുകൾ തങ്ങളുടെ യാത്ര റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഘർഷം കൂടുതൽ വ്യാപിക്കും എന്ന ഒരു ആശങ്കയുടെ പുറത്താണ് അടുത്ത മാസങ്ങളിലൊക്കെ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്നതും ഈ സമ്പദ്ഘടനയെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കും. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നയതന്ത്ര നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒരുമിച്ച് തന്നെ പ്രയത്നത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ അമേരിക്ക, പ്രത്യേകിച്ച് ട്രംപിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോൾ പോലും വ്യക്തമല്ല. കാരണം US കോൺഗ്രസിന്റെ ഒരു അനുമതിയൊക്കെ വേണം എന്ന് പറയുകയാണെങ്കിലും ഏകപക്ഷീയമായി തന്നെ തീരുമാനമെടുത്ത് ട്രംപ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ വില അതിന് ഒടുക്കേണ്ടി വരും. ആ വലിയ വില ഒടുക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും ഈ ഗൾഫ് മേഖല തന്നെയായിരിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതും.